മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ 4-ാം വാർഡായ തലയാറിലും വലിയ ആവശ്യമായ മത്സരമാണ് നടക്കുന്നത്. LDFിന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ വിനായകനാണ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് അല്ലേ? എങ്ങനെയുണ്ട് വിജയപ്രതീക്ഷ? വിജയപ്രതീക്ഷ 100% വിജയപ്രതീക്ഷ ഉണ്ട്. അവിടുത്തെ ജനങ്ങൾ തലയാറ് കടുകുമുടി 9 പറഞ്ഞ ഒരു വാർഡാണ്. അവിടുത്തെ ജനങ്ങൾ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ്, അതായത് LDF ആയിട്ട് എപ്പോഴും വർക്ക് ചെയ്ത് നല്ല പോലെ ചെയ്യുന്ന ഒരു ആൾക്കാരാണ് ഉള്ളത്. എവിടെ പോയാലും ശരി ആ വാർഡ് ജയിക്കുന്നതാണ് പറയുന്നത്. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് നേരത്തെ ഇതുവരെ ഒരു 3 പ്രാവശ്യം സിറ്റിംഗ് സീറ്റാണ്. നമ്മൾ ആദ്യത്തെ മെമ്പർ ഉമാ രമേശ് ആയിരുന്നു, പിന്നെ കണേശനായിരുന്നു, പിന്നെ നാം മത്സരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു വിജയപ്രതീക്ഷ നമുക്കുണ്ട്. തീർച്ചയായിട്ടും ജയിക്കാനൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രചരണ പരിപാടികളൊക്കെ എവിടെ വരെയായി? പ്രചരണ പരിപാടി ഞങ്ങൾ നോമിനേഷൻ കിട്ടിയ ശേഷം ഇതുവരെ വീട് കയറി ജനങ്ങളെ കണ്ടു, വോട്ട് ചോദിച്ചു വെച്ചപ്പോൾ എല്ലാം സുഖപ്രതീക്ഷയാണ്. എല്ലാവരും പറയുന്നു കുഴപ്പമില്ല, നിങ്ങൾ ജയിച്ചു വരും, നാട്ടിന് വേണ്ടി നല്ലതുപോലെ ചെയ്യാൻ വേണ്ടി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വലിയ ഒരു സന്തോഷമുണ്ട്. സന്തോഷത്തിന് പുറയിലാണ് നിൽക്കുന്നത്. ഈ നിലവിൽ പാർട്ടി വലിയൊരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. LDFിന്റെ സീറ്റ് നിലനിർത്തണം. ഈ പ്രചരണ പരിപാടികളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ആൾക്കാർ എന്നാണ് ആവശ്യം ഉന്നയിക്കുന്നത്? പ്രചരണ പരിപാടി മുന്നോട്ട് പോകുമ്പോൾ പാർട്ടി പറയുന്നത് നമ്മൾക്ക് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ജയിച്ചു കൊണ്ടുവരുന്നത്. പക്ഷെ ജനങ്ങൾ മുന്നിൽ പോകുമ്പോൾ അവർക്ക് പൊതുവേ തലയാറ് കടുകുമുടി എടുത്തു കഴിഞ്ഞാൽ മാക്സിമം LDF സർക്കാർ കൊടുത്ത റോഡായാലും MLA ആണെങ്കിൽ റോഡ് കൊടുത്തിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്ത് ആണെങ്കിൽ കല്യാണ മണ്ഡപം കെട്ടി കൊടുത്തിട്ടുണ്ട്, ബ്ലോക്ക് ആണെങ്കിൽ നല്ല ഒരു ഹൈമാസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്ത് ആകുമ്പോൾ റോഡുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നും കൂടി അവർക്ക് വേണം. പക്ഷേ അവർക്ക് സ്കൂളിൻ്റെ കാര്യത്തെ ഓർക്കുമ്പോൾ സ്കൂളും നല്ലപോലെ സുഖപ്രദേശത്തിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ. അപ്പം ഇന്ന് അവർക്ക് ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു മെമ്പർ വേണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ സുപ്രദേശത്തെയും പാർട്ടി പറയുന്ന കാര്യം നല്ലപോലെ ചെയ്തു കൊടുക്കണം. അവർ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ആ തലയാർ 4-ാം വാർഡിൽ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? എന്നെ സംബന്ധിച്ചാലും തലയാർ വാർഡിൽ കുറേ പഠിച്ച പിള്ളേരൊക്കെ ഇരിപ്പുണ്ട്. പഠിച്ച വിദ്യാഭ്യാസം നല്ല ഉള്ള പിള്ളേരാണ്. ജോലിക്കൊക്കെ വരണമെങ്കിൽ തലയാറിന്ന് മൂന്നാറിലേക്കൊക്കെ വരണേ. വരുമ്പോൾ വണ്ടിയുടെ കാശൊക്കെ നോക്കി വരുമ്പോൾ വൈകുന്നേരം രാവിലെ 8-9 മണിക്ക് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണിയാകും. തുച്ഛവരുമാനത്തേക്ക് വന്നേ. അപ്പം എൻ്റെ സംബന്ധിച്ചാലും തമിഴ്നാട്ടിലെ പോലെയും ഇല്ല കേരളത്തിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ സുയോധിക്കുള്ളൂ, അതായത് സുയോധി കേന്ദ്രം വെച്ച് അവിടുത്തെ പിള്ളേർക്ക് അവിടെ തന്നെ ഒരു ജോലി കൊടുക്കാത്ത രീതിയിൽ അവിടെ ഒരു സുയോധി കേന്ദ്രം ഒരു ഉണ്ട്, ഇതുണ്ട്, കല്യാണ മണ്ഡപം പോലെ ഉണ്ട്. അവിടെ തന്നെ എന്തെങ്കിലും കൊടുത്ത് അവർക്ക് ഒരു വരുമാന മാർഗം കൊണ്ടുവന്ന് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. പിന്നെ തലയാറെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒരു ചെറിയ ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ വലിയ ഹോസ്പിറ്റലാക്കി തലയാറ് ശരി വാഗുവര ഈ ചട്ടമണാർ മേഖലയിൽ കുണ്ടുമല ഇങ്ങനെ ഉള്ള എല്ലാവർക്കും ഒരു നല്ല ഹോസ്പിറ്റൽ കൊണ്ടുവരണം. ഇങ്ങനത്തെ ഒരു സുപ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പോൾ 100% വിജയപ്രതീക്ഷയാണുള്ളത്. 100% എൻ്റെ കൂടെ തൊഴിലാളികളുണ്ട്, ഇടതുപക്ഷത്തിലുള്ള സഖാക്കളുണ്ട്, ഇടതുപക്ഷത്തിലുള്ള ഡോളർമാരുണ്ട്. എല്ലാവരും 100% എനക്കോളം പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരും നമുക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ജയിക്കും. LDF നിലനിർത്തും. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് 15 കൊല്ലമായിട്ട് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നു. ഈ പ്രാവശ്യം വരുന്ന കാലത്ത് ഇടതുപക്ഷം തന്നെ ഭരിക്കും. കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ നല്ലപോലെ ജനങ്ങൾക്ക് വികസനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ പാതയിൽ വീണ്ടും ഞങ്ങൾ തിരിച്ചു പിടിക്കും മൂന്നാർ പഞ്ചായത്ത് ചൊല്ലി ശുഭപ്രതീക്ഷയോടെ ഞങ്ങൾ പറയുന്നു. ഏതായാലും 4-ാം വാർഡായ LDFിന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തും എന്ന് തന്നെയാണ് വിനായകന്റെ ആത്മവിശ്വാസം. ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.